ഹലോ ഗൈസ്, നമ്മൾ രാത്രി തന്നെ സൈക്കിളും എടുത്ത് ഒരു കവർ പാല് വാങ്ങിക്കാൻ വേണ്ടി പോവുക. പോണ വഴി എല്ലാം ഇരുട്ടു. ആകെ ആ കവർ മാത്രം കാണും. പിന്നെ നേരോട്ട് നോക്കിയപ്പോൾ ദേ കിടക്കുന്ന വെട്ടം. അങ്ങനെ ക്യാമറ നേരോട്ടേക്ക് കാണിച്ചു. അത് മാത്രമല്ല, ഞാൻ ഒറ്റ കയ്യിലല്ലേ ക്യാമറ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ചെറിയ കുലുക്കമൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഏത് കടയിൽ പോകണമെന്ന് വെച്ചാൽ കുന്നിൽ എന്ന് പറയുന്ന ഒരു കടയിലാണ് കയറുന്നത്. അപ്പോൾ ഞാൻ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഞാൻ അവിടെ നിൽക്കുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ ആ തേര് കയറാൻ നേരത്ത് സൈക്കിൾ ജസ്റ്റ് നിന്ന് കേട്ടോ. ഒറ്റ കയ്യിൽ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് നിന്ന് എനിക്ക് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നൈസിൽ നിന്നു. നമ്മൾ പിന്നെ ഉന്തി തള്ളി കയറ്റേണ്ടി വന്നു ഗൈസ്. എന്നിട്ട് നമ്മൾ നേരെ തുള്ളി അങ്ങനെ പോയി മെയിൻ റോഡ്. ശോക. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ആ കുഞ്ഞി ഹൈപ്പർ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഈസിയാണ് പോകാൻ. ഒറ്റക്കൈക്ക് വണ്ടി ഓടിക്കുന്നത് നിങ്ങൾക്ക് ആ കുട്ടിയിൽ കാണാൻ പറ്റുന്നതായിരിക്കും. നേരെ നമ്മൾ വണ്ടിയിൽ നിന്ന് ചാടി അങ്ങ് ഇറങ്ങി. എന്നിട്ട് നേരെ നമ്മൾ കുന്നിലേക്ക് അങ്ങോട്ട് കയറി കേട്ടോ. കണ്ടില്ലേ, നമ്മൾ നേരെ പോകുന്നത് ഇതാണ് കുഞ്ഞി ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകം ഫുള്ള്. നിങ്ങൾ കാണപ്പോൾ എന്തോ പോലെയൊക്കെ തോന്നും. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വട്ടം ഞാൻ പറഞ്ഞു ഞാൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. അങ്ങനെ നമ്മൾ പാലും എടുത്തു. ഇവിടുത്തെ കാറ് ഫുള്ളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഈ കാർ ഫുള്ളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നേരെ പാലും വാങ്ങിച്ച് ബില്ലും അടിച്ചത്, ബില്ല് സൈൻ ഇൻ ചെയ്തത്, നേരെ അങ്ങോട്ട് ഇറങ്ങി നമ്മൾ യോദ്ധാവിനെ കൊണ്ട്. ഇനി നേരെ വീട്ടിൽ. ഓക്കെ, ആ സെക്യൂരിറ്റിയാണ് നമ്മൾ ആവശ്യം. ഈ ഹൈപ്പർ മാർക്കറ്റാണ്. അത് മാത്രമല്ല, ഇതെൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് കേട്ടോ. ഈ ഇടവഴി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ വീടാണ്. അത് മാത്രമല്ല, ഇനി അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ രാവിലത്തെ വീഡിയോ രാത്രിത്തെ വീഡിയോ ഇടുന്നതായിരിക്കും. ഒരു ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും റൈഡിങ്ങിൻ്റെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. തിരിച്ചു പോയപ്പോൾ സെയിം ടു സെയിം തന്നെ ഭയങ്കര ഇരുട്ടി. അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റാതെ നമ്മളിങ്ങനെ കണ്ണടച്ച് പോകുന്ന മാതിരിയായിരുന്നു. പിന്നെ കുറച്ച് വെട്ടം കിട്ടിയപ്പം ആശ്വാസം. അങ്ങനെ